ശ്രീമദ് ഭാഗവതം ക്ലാസ് 32. നമ്മൾ സ്കന്ധം 3 മൂന്നാമത്തെ അധ്യായമായിട്ട് മധുരികയിലെയും ദ്വാരകയിലെയും കൃഷ്ണലീലകൾ പറയാൻ പോവുകയാണ്. അതിൽ ഒന്നിൽ ഉദ്ധവർ പറയുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കൃഷ്ണൻ എന്ത് ചെയ്തു? ബാലലീലകളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ശ്രീകൃഷ്ണൻ ബലരാമനോടൊത്ത് മധുരാപുരിയിൽ ചെന്നിട്ട് കംസനെ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് വലിച്ച് താഴെയിട്ടിട്ട് മണ്ണിലിട്ട് വലിച്ചിഴച്ചു. അതായത് കൊളോണിയലിസത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. രാമകഥയ്ക്ക് ശേഷം കൊളോണിയലിസം, വിദേശാധിപത്യം കഴിഞ്ഞതിന് ശേഷം ലോകത്തിലെ ഒരു ഭാഗത്ത് അവിടെയുള്ള ദുഷിച്ച രാജാക്കന്മാരെയെല്ലാം വലിച്ചിഴച്ചിട്ടാണ്, സിംഹാസനത്തിൽ നിന്ന് വലിച്ച് താഴേക്കിട്ടിട്ടാണ് ലോകം ഒരു പുതിയ യുഗത്തിലേക്ക് കടന്നത്. ലോകം രണ്ടായിട്ട് തിരിഞ്ഞു. ഇപ്പുറം ചൂതുകളിയുടെ രാഷ്ട്രവും മറുവശത്ത് ഒരു ലോകം. ഇപ്പുറം ചൂതുകളിയാണ്, അത് പാണ്ഡവരെയും കൗരവരെയും. മറ്റേ ഭാഗത്ത് അവിടെ ആ രാജഭരണത്തെയെല്ലാം ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് രാജാവിനെയെല്ലാം വിളിച്ച സിംഹാസനത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് നേരെ കൃഷ്ണന്റെ വ്യവസ്ഥിതിയിലേക്ക് പോയി. ഇനി രണ്ടിലെന്ത് പറയുന്നു? ഒരു പ്രാവശ്യം മാത്രം ചൊല്ലിക്കൊടുത്ത വേദത്തെ വിസ്തരിച്ച് മനസ്സിലാക്കിയ ശേഷം, അത് കൃഷ്ണന്റെ ഒരു കഥാപാത്രം എന്ന നിലയിലാണ് വിവരിക്കുന്നത്. ഒരു പ്രാവശ്യം ചൊല്ലിക്കൊടുത്താൽ മതി കൃഷ്ണൻ, അതെല്ലാം ബൈഹാട്ടമാണ്. സന്ദീപനി മുനിയുടെ പുത്രനെ പഞ്ചജനൻ എന്ന ജലജന്തുവിൻ്റെ ഉദരത്തിൽ നിന്നെടുത്ത് അദ്ദേഹത്തിന് ദക്ഷിണിയായി നൽകി. ഇപ്പം ചെറുപ്പത്തിലുള്ള ഒരു ലീലയായിട്ട് പറയുകയാണ്. ഗുരുവിന് പുത്രനെ ജീവിപ്പിച്ചു കൊടുത്തു. നഷ്ടപ്പെട്ടു പോയ ഒരു പുത്രനെ ജീവിപ്പിച്ചു കൊടുത്തു. അതെല്ലാം ആ കഥ വേറെ തന്നെ വിസ്തരിച്ച് വേറെ പറയുന്നുണ്ട്. അപ്പോൾ വേദങ്ങളെല്ലാം ഒറ്റയടിക്ക് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ വേദത്തിൽ എന്താണോ പറയുന്നത് ആ കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കിയതെന്ന് സത്യം കാര്യം. അതായത് വേദത്തിൽ എന്താണോ ഉള്ളത്, വേദം ചരിത്രം തന്നെയാണ് പറയുന്നത്. പുരാണ കഥകളിലൂടെ ചരിത്ര ഈ ഭാഗവതെല്ലാം ലോക ചരിത്രം തന്നെയാണ് പറയുന്നത്. ലോകത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളാണ് അവിടെ പറയുന്നത്. എന്നിട്ട് 3 ഭീഷ്മക രാജപുത്രി രുക്മിണിയിൽ ലക്ഷ്മീദേവി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ പത്നിയാണല്ലോ. അപ്പൊ അതേ സാദൃശ്യം തോന്നുകയാൽ എന്ത് ചെയ്തു? അതേ സാദൃശ്യം തോന്നിയത് കൊണ്ട് സദസ്സിലുണ്ടായവരെയെല്ലാം ആ സദസ്സിൽ വെച്ച്, സ്വയംവര ക്ഷേത്രത്തിൽ വെച്ച് സദസ്സിലുള്ളവരെ കെട്ടാൻ വേണ്ടിയിട്ട് കുറേ പേര് നിന്നിട്ടുണ്ട്. അതെല്ലാം പിന്നെ കഥയിൽ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെല്ലാം വീഴ്ച നിൽക്കത്തക്കവണ്ണമാണ് കൃഷ്ണൻ വന്നിട്ട് അപഹരിച്ച് കൊണ്ടുപോയത്. അപ്പം ഇവിടെ ആ കാലഘട്ടത്തിലെ ചില പ്രത്യേകതകളാണ് പറയുന്നത്. ഇങ്ങനെ തരത്തിലുള്ള പല വിവാഹങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ചില ഉദാഹരണ സഹിതങ്ങൾ. യഥാർത്ഥത്തിൽ കൃഷ്ണനെ നമ്മൾ എന്തായിട്ട് കാണണം? ആ വിരാട് രൂപം പ്രപഞ്ചം എല്ലാമായതാണ്. ആ വിരാട രൂപത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മളെല്ലാം. ആ നിലയിൽ കൃഷ്ണനെ കാണണം. പക്ഷെ കഥയിൽ കൃഷ്ണൻ എന്നൊരു വ്യക്തിയെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ കൃഷ്ണൻ ആരാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സമൂഹം തന്നെയാണ്, ആ സമൂഹത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളാണ്. പക്ഷെ കഥയിൽ ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിക്കുന്നതേയുള്ളൂ.
പക്ഷെ ഈ വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ കാണാം. കൃഷ്ണൻ ആരാണെന്ന് അർജുനൻ ചോദിച്ചപ്പോൾ വിരാട രൂപമാണ് കാണിച്ചു കൊടുത്തത്. ഈ പ്രപഞ്ചം തന്നെയാണ് കാണിച്ചു കൊടുത്തത്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അതിൻ്റെ അംശങ്ങൾ തന്നെയാണ്. പക്ഷെ കഥരൂപത്തിൽ വരുമ്പോൾ ഒരു വ്യക്തിയായിട്ട് കൃഷ്ണനായിട്ട് അവതരിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പം ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലെ ചില വിവാഹങ്ങളെല്ലാം രുക്മിണിക്ക് ആരെയാണ് കെട്ടേണ്ടത്? കൃഷ്ണനെയാണ് കണ്ടത്. അപ്പം സ്നേഹിച്ചിട്ട് ഇങ്ങനെ പലയിടത്തും പോയി കെട്ടുന്ന സംഭവവികാസങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അത്രയേ അതിനെ അർത്ഥമാക്കേണ്ടതുള്ളൂ. കഥയിൽ വരുമ്പം കൃഷ്ണനായിട്ട് അവതരിപ്പിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കൃഷ്ണനാണ് അർജുനൻ ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുത്തത് ഈ വിരാട രൂപം. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സംഭവവികാസങ്ങൾ കൃഷ്ണൻ എന്നൊരു കഥയിലൂടെ വേദവ്യാസൻ അവതരിപ്പിക്കുന്നതായിട്ട് കണ്ടാൽ മതി. ഇനി പറയുന്നതെല്ലാം അങ്ങനെ തന്നെ കണ്ടുകൊടുക്കുക. ഇനി 4 കൂറ്റൻ കാളകളെ മൂക്ക് കയറിട്ട് പിടിച്ചൊതുക്കി സ്വയംവര പന്തലിൽ വെച്ച് നഗ്നജിത്തിന്റെ പുത്രി സത്യവിവാഹം കഴിച്ചു. അല്ലാതെ കൃഷ്ണൻ നാട് അറച്ചിട്ട് പോയിട്ട് എല്ലാവരെയും കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യത്തിലൊന്നും ഇത് കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മണ്ടത്തരമാണ്. കൃഷ്ണൻ നാട്ടിലെല്ലാം പോയിട്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത്തരത്തിലെല്ലാം സംഭവങ്ങൾ നാട്ടിൽ ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. എതിർത്ത രാജാക്കന്മാരെയെല്ലാം സംഹരിച്ചു. അപ്പോൾ ലോകത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം കൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ പറയുന്നു. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇനി 5 എന്ത് പറയുന്നു? പ്രിയതമയുടെ ആഗ്രഹം സാധിപ്പിക്കുവാനായി പാരിജാത പുഷ്പം കൊണ്ടുവന്നു. പാരിജാത പുഷ്പം എവിടെയായിരുന്നു? ഇന്ദ്രന്റെ അടുത്ത്. ഇന്ദ്രന്റെ കുത്തകയാക്കി വെച്ചിരിക്കുകയായിരുന്നു പാരിജാത പുഷ്പമെല്ലാം. അതെല്ലാം എടുത്തിങ്ങ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുത്തക പരിപാടിയൊന്നും ഇല്ല എന്ന അർത്ഥത്തിൽ കാണണം. പണ്ട് ഭീമൻ കുബേരന്റെ കൊട്ടാരത്തിൽ പോയി എടുത്തുകൊണ്ടില്ല. അത്തരത്തിൽ തന്നെ ഇതിനെ കണ്ടാൽ മതി. പാരിജാതം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എന്ന വിശിഷ്ട വ്യക്തികൾക്ക് മാത്രം കൈക്കലാക്കി വെച്ചിരുന്നതായിരുന്നു. അതെല്ലാം പോയിട്ടെടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ഇന്ദ്രൻ എന്നിട്ട് എന്ത് പറയുന്നു? ഇന്ദ്രൻ അത് കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് പിന്നാലെ പിന്തുടർന്നു എന്നാണ് പറയുന്നത്. അപ്പം അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രൻ സ്ത്രീകളുടെ കളിമൃഗമാണ്. അതായത് അവിടെ ദേവസ്ത്രീകളെല്ലാം പറഞ്ഞ് ഇന്ദ്രനോട് പറഞ്ഞ് അതാ കൊണ്ടുപോകുന്ന പിടിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ അതും കേട്ടിട്ട് പിന്നാലെ ചാടിപ്പിടിച്ച് ആരാണ് എന്നൊന്നും മനസ്സിലാക്കാതെ ഓടിയിട്ടുണ്ട്. അതായത് പാരിജാത പുഷ്പം എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ ചിലവരുടെ കൈമലുള്ള സംഗതിയാണ്. ആ തരത്തിൽ അതിനെ കണ്ടാൽ മതി. എല്ലാം വളച്ചു കെട്ടിയിട്ടാണ് പറയുന്നത്. ബാക്കി അർത്ഥങ്ങളെല്ലാം സ്വന്തം ചിന്തിച്ച് മനസ്സിലാക്കാനേ ഉള്ളൂ. 7-8 ഭൈമാസുരനാൽ അപഹരിക്കപ്പെട്ട സ്ത്രീകളെ കൊണ്ട് പാർപ്പിക്കപ്പെട്ട ഇടത്ത് ചെന്നപ്പോൾ, അപ്പം സ്ത്രീകളെയെല്ലാം ഒരു സങ്കേതത്തിൽ തടച്ചിട്ട മാതിരിയുള്ള ഒരു അവസ്ഥ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരെയെല്ലാം മോചിപ്പിച്ചു. അങ്ങനെ സ്ത്രീകളെ തടച്ചിട്ട സ്ഥലങ്ങൾ ഉണ്ട്, ഇന്നും ഉണ്ട്. ബലാത്കാരേണ ഓരോരുത്തിയിൽ അതെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ പണം അവിടുന്ന് പോയാൽ നിൽക്കക്കള്ളിയൊന്നുമില്ല. ഇങ്ങനെയെല്ലാം ഉള്ള ചില സങ്കേതങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം അവരെല്ലാം സ്ത്രീകളെ സ്വതന്ത്രമാക്കി എന്ന നിലയിൽ കണ്ടുകൊള്ളുക. സ്ത്രീകളെയെല്ലാം സ്വതന്ത്രമാക്കി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അവരെയെല്ലാം ഒരേ മുഹൂർത്തത്തിൽ അവർക്ക് അനുരൂപമായ രൂപത്തിൽ വന്ന് സ്ത്രീകളെ വിധി പ്രകാരം ഗ്രഹിച്ചു. അനുരൂപമായ രൂപത്തിൽ വന്നു. ഓരോ ആൾക്കും യോജിച്ച തരത്തിലുള്ള ആൾക്കാരെ ആയിട്ട് വന്നിട്ടാണ് വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഇങ്ങനെ ആരെല്ലാമോ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരുന്ന സ്ത്രീകളെ സ്വതന്ത്രമാക്കുകയും അവരെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്ന നിലയിൽ കാണണം.
സ്ത്രീകളൊന്നും സ്വതന്ത്രരല്ല. ഇക്കാലത്ത് സ്ത്രീകളൊന്നും സ്വതന്ത്രരല്ല. അതല്ല ചിലവരുടെ പണത്തിൽ ഇപ്പം നമ്മൾ സിനിമയിൽ തന്നെ കണ്ടിട്ടില്ലേ, അവിടെ നിൽക്കണ്ടിട്ട് ഇതെല്ലാം അനുഭവിച്ചോളണം, ഇങ്ങനെയെല്ലാം നിന്നുകൊള്ളണം. അവർക്കൊന്നും സ്വാതന്ത്ര്യമില്ല. അതെല്ലാം ഒരു ആധിപത്യത്തിലാണ് കിടക്കുന്നത്. അതിന്റെ ഭാഗത്തെ ആ ചെയ്യുന്നവരുടെ ഭാഗത്തെ മാധ്യമങ്ങളിൽ സപ്പോർട്ട് ഉണ്ടാകുന്നു. അപ്പൊ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഇങ്ങനെ ഏതെല്ലോ ഭാഗത്ത് ഏതെല്ലോ തരത്തില് സ്വാതന്ത്ര്യമില്ലാതെ ഒതുക്കി വെച്ചിരുന്നവരെ, അങ്ങനെ പലതും ഉണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല, ചിന്തിച്ചാൽ മതി, മനസ്സിലാവും. ആ സ്ത്രീകളെയെല്ലാം സ്വതന്ത്രമാക്കിയിട്ട് അനുയോജ്യമായ രൂപത്തിലുള്ള തരത്തിൽ വന്നിട്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിധിപ്രകാരം കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ എന്തായിട്ട് കാണണം? വിരാട രൂപമായിട്ട് കാണണം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം കൃഷ്ണനാണ്. എല്ലാ പുരുഷന്മാരും, അനുയോജ്യരായ പുരുഷന്മാരും എല്ലാം കൃഷ്ണൻ തന്നെയാണ്. കഥയിൽ ഒരു കൃഷ്ണനായി അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള നല്ല പുരുഷന്മാരെ കൊണ്ട് ഈ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട് അവർക്ക് സ്വന്തം ഭർത്താക്കൻ, നല്ല ഒരു ഭർത്താവിനെ സ്വീകരിച്ചിട്ട് സുഖമായിട്ട് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു വേദി ഒരുക്കി കൊടുത്തു എന്ന നിലയിൽ കണ്ടാൽ മതി. ഇതെല്ലാം കൃഷ്ണൻ ചെയ്ത വെച്ച കാര്യങ്ങളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തച്ചുടച്ചിട്ട് പുതിയൊരു ലോകക്രമമാണ് കൃഷ്ണൻ അവിടെ ഉണ്ടാക്കിയത്, കംസനെ വലിച്ചിട്ടതിൻ്റെ ശേഷം. ഇനിയോ അവരിലൂടെ മായയാൽ അനേകം മക്കളെ സൃഷ്ടിച്ചു. അങ്ങനെ അവരിലൂടെ മായയാൽ, നമ്മളെല്ലാം മായയിലകപ്പെട്ടിരിക്കുകയാണ്. ആ മായയിലൂടെ ഒരു തലമുറ ഉണ്ടായി. ഇത് 10 കാലയവനൻ, ജരാസന്ധൻ, ഇങ്ങനെ മുതലായവരെ എല്ലാം വധിച്ചു. അതായത് അസുരന്മാരെയും ആ നാട്ടിലുള്ള അസുര സ്വഭാവമുള്ള ധർമ്മികളായവരെയെല്ലാം വധിച്ചതായിട്ട് കണ്ടാൽ മതി. ഇവിടെയെല്ലാം ഓരോ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞിട്ട് പറയുന്നതേ ഉള്ളൂ. ബാണാസുരൻ, മുരൻ എന്നിവരെല്ലാം വധിക്കപ്പെട്ടു. അത് പല ദേശങ്ങളിലെയും അധർമ്മികളെയെല്ലാം കൊന്നൊടുക്കിയിട്ട് കൃഷ്ണൻ ഒരു സുന്ദരമായ ലോകം അവിടെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് 12 എന്ത് വെച്ചു? അപ്പുറം അത് ചെയ്തതിൻ്റെ ശേഷം, ഇതെല്ലാം കംസനെ മറച്ചിട്ടിട്ട് ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഇത് ചെയ്തതിന് ശേഷം, അവിടെ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പുറം വന്നിട്ട് ചൂതുകളിയുടെ ദേശത്തിൽ വന്നിട്ട് പിന്നെ പാണ്ഡുവിന്റെ പുത്രന്മാരോടൊത്ത് ക്ഷത്രിയ അധർമ്മികളെയെല്ലാം വധിച്ചു. ഇവിടെ ക്ഷത്രിയരായിട്ടുള്ള അധർമ്മികളായ രാജാക്കന്മാരെ, ദുര്യോധനാദികളെയെല്ലാം വധിച്ചു. അതുവഴി ഭൂമി വിറകൊണ്ടു. അതൊരു മഹാഭാരത യുദ്ധമായിരുന്നു. അത് തന്നെ 3-ാം ലോകമഹായുദ്ധം. ആ യുദ്ധത്തിലൂടെ ലോകം വിറകൊണ്ടു, അല്ലെങ്കിൽ ഇനി ലോകം വിറകൊള്ളും. എന്നിട്ട് 13 പറയുന്നു, കർണൻ, ദുശാസനൻ, ശകുനി ഇവരുടെയെല്ലാം ദുരുപദേശങ്ങൾ അവരെല്ലാം പറയുന്ന വഴിയായിരുന്നു ഈ ചൂതുകളിക്കാരത്ത്. ചൂതുകളിയിൽ കുരുടനായ രാജാവിനെ മുകളിൽ പിടിച്ചിരുത്തും. ഇതിന് പിന്നിൽ നിന്ന് കർണന്മാരും ദുശാസന്മാരും ശകുനിമാരെല്ലാം കൂടിയിട്ടാണ് ഉപദേശിച്ചിട്ട് യുദ്ധം നടന്ന് അവസാനം തുടകളെല്ലാം തകർന്ന്, ദുര്യോധനന്റെ തുടയെല്ലാം തകർന്ന് ദുര്യോധനൻ ഭൂമിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ആ ഭഗവാന് സന്തോഷമൊന്നും തോന്നിയില്ല. യുദ്ധത്തിൽ അവസാനം ദുര്യോധനൻ തുടയെല്ലാം പൊട്ടിയിട്ട് കടപ്പുറത്ത് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കൃഷ്ണന് സന്തോഷമൊന്നും തോന്നിയില്ല. കൃഷ്ണൻ എന്താണ്? ഇതെല്ലാം കൃഷ്ണന്റെ ലീലകളാണ്. ആ ധർമ്മം വരുന്നു, തച്ചുടക്കുന്നു.
അപ്പൊ എന്തുകൊണ്ടാണ് ദുര്യോധനന്റെ തൊടയല് പൊട്ടിയിട്ട് അവിടെ കിടന്ന് ഗ്രാജുവലായിട്ട് മരിക്കുന്നത്? ഇവിടെ ദുശാസനം എന്ന് പറഞ്ഞാൽ ദുർഭരണം കൊണ്ടാണ്. കണ്ണില്ലാത്ത ഒരാളെ തലപ്പത്തിരുത്തിട്ട് ദുശാസനം എന്ന് പറഞ്ഞാൽ ദുർഭരണത്തിന്റെ നിമിത്തം ശകുനിമാരെല്ലാം പിന്നിൽ നിന്ന് കളിക്കും. പിന്നെ കർണന്മാരും ഒരു വിഭാഗത്തെ ജനത്തെ കൈമലെടുക്കും. അതാണ് കർണന്മാർ. വിധേയത്വത്തിന്റെ പേരിൽ ഒരു വിഭാഗം ഇപ്പുറം നിന്നിട്ടുണ്ട്. എന്നിട്ടോ അവസാനമായി യുദ്ധം ചെയ്തിട്ട് ദുര്യോധനാണ് അവസാനം മരിക്കുന്നത്. അത് കടപ്പുറത്ത് തൊടയെല്ലാം പൊട്ടിയിട്ട് അങ്ങനെ സാവധാനത്തിലേ മരിക്കുന്നുള്ളൂ. അതായത് ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ദുര്യോഗം. നമ്മുടെ ദുര്യോഗത്തിന് കാരണം ദുശാസനാണ്, ദുർഭരണമാണ്. ഈ ദുര്യോഗം ഇല്ലാതാകണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ഗ്രാജുവലായിട്ട് കൊല്ലാനേ അങ്ങനെ അത് ഇല്ലാതെയാവുകയുള്ളൂ. പിന്നെ മഹാഭാരത യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ദുര്യോഗം ഇല്ലാതാകണ്ടെങ്കിൽ ഗ്രാജുവലായിട്ട് തൊട പൊട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ തൊടയാണ് വീക്ക് പോയിന്റ്. ഒരു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഫയൽമാൻ തുടക്കടിച്ചിട്ടാണ്, അതായത് അത്രയും ഭൗതിക സുഖങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് അധ്വാനിച്ചാൽ മാത്രമേ മഹാഭാരത യുദ്ധത്തിന് ശേഷം വലിയ 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം നമ്മുടെ ദുര്യോഗം ഇല്ലാതാക്കുവാൻ പറ്റുകയുള്ളൂ. ആ ദുര്യോഗത്തെ യുദ്ധത്തിൽ ഇല്ലാതാക്കാൻ പറ്റില്ല. ദുര്യോഗം മാറണ്ടെങ്കിൽ യുദ്ധം കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ജനങ്ങൾ അവരുടെ എല്ലാ വിചാരങ്ങളെയും എല്ലാം വിട്ടുകൊണ്ട് ആ ദുര്യോഗം ഇല്ലാതാക്കാൻ കഠിനമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഗ്രാജുവലായിട്ട് ദുര്യോഗം ഇല്ലാതാവുകയുള്ളൂ. എന്നിട്ട് 14 അപ്പം കൃഷ്ണൻ അതിലെ സന്തോഷമൊന്നും തോന്നിയില്ല. കാരണം കൃഷ്ണന് കാലത്തിന് ആരും ഒരു പക്ഷമൊന്നുമില്ല. അത് ലോകത്തെ മുന്നോട്ടേക്ക് നല്ലൊരു സുന്ദരമായ വസുദേവ കുടുംബത്തിലേക്ക് കൊണ്ടുപോകണം. ഇനി 14 18 അക്ഷയണി സൈന്യത്തോടൊപ്പം ഭൂമിയുടെ ഭാരമായി മാറിയിരുന്ന ദ്രോണാചാര്യ ഇപ്പം 18 അക്ഷയണി സൈന്യത്തോടെ ഭൂമിയുടെ ഭാരമായി മാറിയിരിക്കുകയാണ്. വലിയ സൈന്യ ശക്തിയല്ലായിട്ട് ഭൂമിയുടെ ഭാരമായിട്ട് മാറിയിരിക്കുന്നതിൽ ദ്രോണരും ഭീഷ്മരും അർജുനനും ഭീമനും എല്ലാവരും ഇവരെല്ലാം മൂലം ഇവരെ ഹേതുക്കളായിക്കൊണ്ട് തന്നെയാണ് ആ ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കിയതും യാദവ സൈന്യം അവശേഷിക്കുകയും ചെയ്തത്. യാദവ സൈന്യവും അപ്പുറത്തെ യാദവ സൈന്യം ഇവിടെയും കുറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ലോകത്തിലെ അവിടെ യാദവ പക്ഷവും ഇവിടെ ഇവരുടെ പക്ഷവും കുറച്ചു പേരും കൂടിയിട്ട് അധർമ്മങ്ങളെയെല്ലാം ഇല്ലാതാക്കി. ഭൂമിയുടെ ഭാരം അതോട് കൂടി കുറഞ്ഞു. എന്നിട്ട് 15 അങ്ങനെ ഒരു ലോകം ഉണ്ടായതിൻ്റെ ശേഷം പിന്നെ എന്താണ് സംഭവിച്ചത്? മദ്യത്തിൻ്റെ ലഹരിയിൽ തമ്മിൽ 15 മദ്യത്തിൻ്റെ ലഹരിയിൽ തമ്മിൽ തല്ലുമ്പോൾ അത് അവരുടെ വിനാശകാലമാകും എന്ന് കണ്ടു. അങ്ങനെ അപ്പുറത്തൊരു രാഷ്ട്രം സ്ഥാപിച്ചു, സ്വന്തം രാഷ്ട്രം സ്ഥാപിച്ചു. ഇപ്പുറത്ത് ദുര്യോധനാദികളെയെല്ലാം കൊന്നിട്ട് ഇവരുമെല്ലാം ഹേതുവായിക്കൊണ്ട് ഭീഷ്മരെല്ലാം അതിന് ഹേതുവായി മാറുന്നുണ്ട്. അർജുനനും എല്ലാവരും ആയിട്ടുള്ള ഹേതുവായ ഒരു യുദ്ധത്തിൽ അവിടെ യാദവർ ബാക്കിയായി, ഇവിടെയും ഒരു കുറച്ച് വിഭാഗം ബാക്കിയായി. അങ്ങനെ ലോകം മുഴുവൻ ഒരു ഒന്നായി മാറി. അതിൻ്റെ ശേഷം മദ്യലഹരിയിൽ തമ്മിൽ തല്ലുന്നത്. അപ്പം എല്ലാ സൗഭാഗ്യം പിന്നെ വരുമ്പോൾ എന്താണ് വരുന്നത്? മനുഷ്യന് നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി അതിൻ്റെ അപ്പുറം പോകാനില്ല. ഹൃദയകം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം കഴിഞ്ഞിട്ട് ഈ മഹാഭാരത യുദ്ധം 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാവുകയാണ്. എല്ലാവരും ഒരു കുടുംബത്തിലെ എല്ലാ സൗഭാഗ്യവും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിന്നുക കുടിക്കുക എന്നുള്ള നിലയിലേക്ക് അതപ്പതിച്ചു പോകും. അപ്പം മദ്യലഹരിയിൽ തലക്ക് മദ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാനൊന്നും അറിയില്ല.
ആരെയും ബഹുമാനിക്കില്ല. അപ്പൊ അത് തന്നെ എന്തായിത്തീരും? തമ്മിൽ തല്ലി അത് തന്നെ അവരുടെ വിനാശത്തിന് കാലമായി തീരും എന്ന് കൃഷ്ണൻ കരുതുന്നു. അതിനായി ഒരുങ്ങുമ്പോൾ അപ്പം കൃഷ്ണൻ എന്ത് ചെയ്ത് പിന്നെ അതിനായിട്ടാണ് ഒരുങ്ങുന്നത്. ഇവന്മാരെ തന്നെ തമ്മിൽ തല്ലിയിട്ട് ഇല്ലാതാകട്ടെ, അല്ല വേറെ എന്താണ്? എന്നിട്ട് എന്താവും? അവർ നശിച്ചു പോകും, അവർ ഈ ലോകത്തുനിന്ന് ഇല്ലാതായി പോകും. പിന്നെ 16 ശ്രീകൃഷ്ണൻ ഇപ്രകാരം ആലോചിച്ചു, അവരെ തന്നെ തമ്മിൽ തല്ലി നശിക്കട്ടെ, അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൃഷ്ണൻ ആലോചിച്ചതിൻ്റെ ശേഷം ധർമ്മപുത്രനെ സ്വന്തം രാജ്യത്തിൽ വാഴിച്ച് സജ്ജനങ്ങൾക്ക് ചേർന്ന മാർഗത്തെ കാട്ടിക്കൊടുത്തുകൊണ്ട് ബന്ധുക്കളെ ആനന്ദിപ്പിച്ചു. പിന്നെ ധർമ്മപുത്രനിലൂടെയെല്ലാണ് ലോകത്തെ മുന്നോട്ട്, പിന്നെ പരീക്ഷിത്തും എല്ലാം കൂടിയിട്ടാണ് ആ ഒരു കാലഘട്ടത്തിലൂടെ പിന്നെ മുന്നോട്ടേക്ക് പോകുന്നിട്ട് ലോകത്തെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ജയിപ്പിച്ചു. അതേസമയം അവിടെ യാദവരെന്തായിട്ടുണ്ട്? തമ്മിൽ തല്ലി മരിച്ചിട്ടും ഉണ്ട്. പിന്നെയുള്ള കാര്യം അങ്ങനെ പരീക്ഷത്തിലൂടെയും ജനമേജയിലൂടെയെല്ലാം ലോകമൊന്നും ഇല്ലാതെ പിന്നെ മഹാപ്രളയം, വലിയൊരു പ്രളയവും വന്നിട്ട്, മഹാപ്രളയം എന്നൊന്നും പറയാൻ പറ്റില്ല, വലിയൊരു പ്രളയം വന്നിട്ട് എല്ലാം നശിക്കും. പിന്നെ ആദ്യം ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. അപ്പം ഇനി 17 കുരുവംശത്തിൻ്റെ കണ്ണിയായ അഭിമന്യുവിനാൽ ഉത്തരയിൽ വിധിപൂർവം ആധാനം ചെയ്യപ്പെട്ടിരുന്നു. അതായത് ഈ വംശം അഭിമന്യുവിൽ നിന്ന് ഉത്തരയിലൂടെയാണ് പുതിയ തലമുറ, അതായത് പരീക്ഷത്തിൻ്റെയിലൂടെയാണ് പിന്നെ കാലം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉത്തരയുടെ ഗർഭത്തിലുള്ള ആ കൊച്ചിനെ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം നശിപ്പിക്കാൻ പോയപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു കൊടുത്തു? അതിനെ രക്ഷിക്കുകയും ചെയ്തു. അത് അടുത്ത തലമുറയിൽ പരീക്ഷത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തിലൂടെയാണ് അർജുനൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റപ്പോഴാണ്, അതാണ് അഭിമന്യു, അർജുനൻ ആക്റ്റീവായത്. പക്ഷേ ആ അഭിമന്യുവിൻ്റെ ഉത്തരയിലൂടെയുള്ള കുട്ടിയിലൂടെയാണ്, അത് പരീക്ഷിത്താണ്, പരീക്ഷണ ഘട്ടമാണ്. പിന്നെ വരുന്നതും എല്ലാം ഒരു പരീക്ഷണ ഘട്ടമാണ്. ഈ യുദ്ധത്തിന് ശേഷം വരുന്നതെല്ലാം നല്ലൊരു രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിലും പിന്നെയും പല പ്രശ്നങ്ങളുണ്ട്. അതൊരു പരീക്ഷണ ഘട്ടത്തിലൂടെ തടയണം ചെയ്ത് പിന്നെ ജനമേജയിലൂടെ എത്തിയിട്ടാണ് പിന്നെ ലോകം മുഴുവൻ ഒന്നിച്ച് നശിക്കുന്നത് പ്രളയത്തിലൂടെ. അപ്പോൾ അവിടെ അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ തലമുറയെ രക്ഷിച്ചെടുത്തിട്ടുണ്ട്. കാരണം ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മളിപ്പോൾ ധരിക്കുന്ന എന്താണ്? മഹാഭാരതത്തിൽ അല്ലെ 3-ാം മഹാഭാരതമല്ല 3-ാം ലോകമഹായുദ്ധം നടന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ 2 പേരും കത്തിച്ച് തീർക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അമേരിക്ക റഷ്യയും കൂടി കത്തിച്ച് ലോകം മുഴുവൻ അവർ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ കത്തി നശിക്കും, പിന്നെ ആരും ഉണ്ടാവില്ല എന്നാണ് നമ്മളിപ്പോഴും മാധ്യമങ്ങളിലൂടെ എല്ലാം അടിച്ചുവിടുന്നത്. അങ്ങനെയൊന്നും അല്ല, കാലം പ്ലാൻ ചെയ്തനുസരിച്ചാണ് പോകുന്നത്. ഒരു തലമുറ കഷ്ടപ്പെട്ടു വരും, അതൊരു പരീക്ഷണ ഘട്ടമാണ്. അതാണ് പരീക്ഷിത്ത് എന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ജയൻ എന്നൊരു കാലഘട്ടമുണ്ട് എന്നെല്ലാം പറഞ്ഞ് വ്യക്തിയാണ്. അതിനെയെല്ലാം കാലം രക്ഷിച്ചെടുക്കുക തന്നെ ചെയ്യും എന്ന് പറയണം. അതുകൊണ്ട് നമ്മൾ ലോകമഹായുദ്ധം ഉണ്ടായാൽ എല്ലാവരും നശിച്ചു പോകുന്നൊന്നും ചിന്തിക്കേണ്ട, അതെല്ലാം കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കോളും. ഇതിൻ്റെ പൈതൽ ഭഗവാൻ എന്ത് ചെയ്തു? 3 അശ്വമേധയാഗങ്ങൾ ധർമ്മപുത്രരെ കൊണ്ട് കഴിപ്പിച്ചു. അശ്വമേധയാഗം എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ഭാഗത്തും ഒന്നിപ്പിക്കുന്ന കാര്യം, എല്ലാ രാജ്യങ്ങളെയും. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും മാറി മാറിയെല്ലാം നിൽക്കുമല്ലോ, അവരെയെല്ലാം പിന്നെ ആ ബലം കാണിച്ചുകൊണ്ട് യോജിപ്പിക്കണം. എന്നിട്ടാണ് ലോകത്തെ ഒന്നാക്കേണ്ടത്. അത് ആരിലൂടെയാണ് ചെയ്തത്? ധർമ്മപുത്രനോടെയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? ധർമ്മപുത്രനും അനുജന്മാരും എല്ലാം കൂടിയിട്ട് കൃഷ്ണനെ അനുവർത്തിച്ച് രാജ്യം ഭരിച്ചു. കൃഷ്ണൻ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഒരു ഭരണം സ്ഥാപിച്ചെടുത്തത്, അതേപോലെ
ഇവരെ എല്ലാം കൊണ്ട് പിന്നെ ലോകത്തെ ഒന്നാക്കിക്കൊണ്ട് ആ പാത പിന്തുടരുന്നുകൊണ്ടുള്ള ഒരു ഭരണം അവിടെ കാഴ്ചവെച്ചു. അവിടെ ജനങ്ങൾ എങ്ങനെയെല്ലാം ഭോഗങ്ങളെ അനുഭവിച്ചത്? വിശ്വമൂർത്തിയും അദ്ദേഹം തന്നെ വിശ്വമൂർത്തിയും ലോകാചാരം കൊണ്ടും വേദ സിദ്ധി വിധിപ്രകാരവും വേദത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നടുത്ത് വേദം എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രങ്ങൾ ജ്ഞാനങ്ങൾ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലെ യോഗത്തോടുകൂടി ജ്ഞാനം യോഗത്തോടുകൂടി ആർക്ക് വേണ്ടി? ആ ശക്തിക്ക് വേണ്ടി. ശാസ്ത്രജ്ഞാനമെല്ലാം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി? ലോക നന്മയ്ക്ക് വേണ്ടി, ലോകമൊരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ വേണ്ടി. അതിനാണ് വേദങ്ങൾ അനുശാസിക്കുന്നത്. അത് തന്നെയാണ് ബ്രഹ്മം ആഗ്രഹിക്കുന്നത്, ഒരു സുന്ദരമായ ലോകം. അപ്പം കർമ്മം ചെയ്യുന്നവരെല്ലാം ജ്ഞാനയോഗത്തോടുകൂടി, ജ്ഞാനം മാത്രം പോരാ, അത് ലോകനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ജ്ഞാനമായിരിക്കണം. ജ്ഞാനയോഗത്തോടനുസരിച്ച് വേദത്തിൽ പറയുന്നതനുസരിച്ച് അനാസക്തനായിട്ട് നമുക്ക് വേണ്ടി എന്ന നിലയിലല്ല, എല്ലാം ആ ശക്തിക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി എന്ന നിലയിൽ കർമ്മം ചെയ്തു ഭോഗങ്ങളെ അനുഭവിച്ചു. അതിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ, ഭോഗസുഖങ്ങൾ അനുഭവിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. കൃഷ്ണനും അതിന് മാതൃകയായിട്ട് കാട്ടിക്കൊടുത്തു. കൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ. അങ്ങനെ 20-21 പറയുന്നത് ജനങ്ങളിൽ പ്രത്യേകിച്ച് യാദവരിൽ സ്നേഹാർത്ഥമായ പുഞ്ചിരിയും കടാക്ഷവും അമൃത പ്രഭാഷണം എന്നിവയെല്ലാം രമിപ്പിച്ചു. അതായത് അത്രയും സന്തോഷകരമായ ഒരു ജീവിതം, എല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കൃഷ്ണൻ്റെ ആ കാലഘട്ടം. അതുമാത്രമല്ല, രാത്രിയിൽ ശ്രീ ജനങ്ങളിൽ ക്ഷണനേരത്തെ സൗഹാർദ്ദം ചേർന്നവനായി രമിച്ചു എന്ന് പറയുകയാണ്. രാത്രികളിൽ സ്ത്രീകളിൽ ക്ഷണനേരത്തേക്ക് സൗഹാർദ്ദം ചേർന്നവനായി രമിച്ചു എന്ന് പറയുകയാണ്. അതെപ്പോഴാണ്? രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് ആ നിമിഷത്തിൽ, ഏത് നിമിഷമാണെന്നൊന്നും പറയുന്നില്ല, ആ നിമിഷത്തിൽ അവരെല്ലാം മറന്നിട്ട്, ഭർത്താവിനെ പോലും മറന്നുകൊണ്ടാണ് അവർ ആ നിമിഷത്തിലുള്ളത്. അപ്പം ബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ട് ജനിക്കുകയാണ് ആ സമയത്ത് കൃഷ്ണനിൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. അവർക്കപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരമാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ സമയം അങ്ങനെ കൃഷ്ണനിൽ, അല്ലാതെ എല്ലാ സ്ത്രീകളിലും നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം വളരെ ഏതാണ് ഒരു കവിയുടെ ഭാവനയിൽ വർണ്ണിക്കുന്നതായിട്ട് കണ്ട ആ നിമിഷത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. എല്ലാ സ്ത്രീകളും സന്തോഷത്തിൽ, ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി കുടുംബജീവിതം നയിച്ചു എന്ന നിലയിൽ തന്നെ പറയാം. ഇനി 22 ഇപ്രകാരം കുറേ കാലം ഗൃഹസ്ഥാശ്രമ ധർമ്മം അനുഷ്ഠിച്ച ശേഷം, അതായത് കാലം അങ്ങനെ നല്ലൊരു കുടുംബജീവിതമെല്ലായിട്ട് പോയി. പിന്നെ കാമഭോഗ ഭോഗോപയോഗങ്ങളിൽ വിരക്തി ഉണ്ടായി. അതിന് ശേഷം അദ്ദേഹത്തിന് വിരക്തി വന്നു. 23 പറയുകയാണ്, സ്വാഭാവികമായും ഈശ്വരേച്ഛക്ക് അടിമയായ മനുഷ്യൻ. അപ്പം മനുഷ്യൻ്റെ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒരു കാലഘട്ടത്തിൽ കുടുംബമായിട്ട് വളരെ സന്തോഷത്തിൽ കഴിയും. ഒരു കാലഘട്ടം കഴിയുമ്പോൾ, അതായത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, അത് കഴിയുമ്പോൾ മനുഷ്യർ എന്താണ് വേണ്ടത്? എല്ലാം വിരക്തി വന്നുകൊണ്ട് ഉള്ള കാലഘട്ടം. എന്നിട്ട് അതിൽ പറയുകയാണ്, സ്വാഭാവികമായും ഈശ്വരേച്ഛക്ക് അടിമയായ മനുഷ്യൻ യോഗസാധനയിലൂടെ, പിന്നെ യോഗങ്ങളെല്ലാം, യോഗസാധന എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട്, അവസാന കാലത്തിൽ മനുഷ്യരെങ്ങനെ പോകണം? ആ ബ്രഹ്മത്തെ ചിന്തിച്ചുകൊണ്ട് ആ കൃഷ്ണനെ അനുവർത്തിക്കുന്നവനാകിയാൽ ഭോഗസുഖങ്ങളിൽ പിന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ വയസ്സാം
പിന്നെ ആ പ്രപഞ്ച രഹസ്യങ്ങളും പ്രപഞ്ചത്തിന് പിന്നിലുള്ള ആ സൃഷ്ടിയെ പറ്റിയുള്ള ഓർത്തുകൊണ്ട് ബാക്കിയുള്ള കാലങ്ങൾ അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടുക. അതിനെയാണ് വാനപ്രസ്ഥം സന്യാസം എന്നെല്ലാം പറയുന്നത്. അതായത് ആ കാലഘട്ടത്തിലെ വേദങ്ങളിൽ എങ്ങനെയാണോ പറഞ്ഞ ആ തരത്തിൽ തന്നെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പഠിക്കേണ്ട കാലം പഠിക്കും, കുടുംബം പോറ്റേണ്ട കാലം കർമ്മങ്ങളെല്ലാം ചെയ്ത് ലോകത്തിനായി കർമ്മം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് എല്ലാവരും നല്ലൊരു കുടുംബജീവിതത്തോടു കൂടി ജീവിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് വിരക്തി ഉണ്ടാകും. ഒരിക്കൽ പിന്നെ 24. അപ്പം അവസാനം അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഒരിക്കൽ ദ്വാരകാപുരിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന യാദവകുമാരന്മാർ ഋഷികളെ അപമാനിച്ചത് കാരണം ശാപത്തിനിരയായി. അതായത് അങ്ങനെ സുഖമായി ഒരു കാലഘട്ടമാണ് മഹാഭാരത യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ 3ാം ലോകമഹായുദ്ധത്തിന് ശേഷം നേടാൻ പോകുന്നത്. ലോകം ഒരൊറ്റ തറവാടായിട്ട് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സൗഭാഗ്യവുമായിട്ട് വസിക്കും. അങ്ങനെ ഒരു ലോകമാണ് സൃഷ്ടി ബ്രഹ്മം വിഭാവനം ചെയ്തത്. അവിടെ എത്തിയതിൻ്റെ ശേഷം പിന്നെ മനുഷ്യർ നേരത്തെ പറഞ്ഞല്ലോ മദ്യപാനം എല്ലാവർക്കും മാറുന്നു. പിന്നെന്ത് പറ്റും? ആരെയും ബഹുമാനിക്കാത്ത അവസ്ഥ വരും. ബുദ്ധിയുള്ളവരെ എപ്പോഴും ബുദ്ധിയുള്ളവരെ പരിഹസിക്കും. കാരണം എപ്പോഴും ഈ ബുദ്ധിയുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ ബുദ്ധിയില്ലാത്തവരുടെ ഇടയ്ക്ക് ഒരു അപകർഷത. പിന്നെ അവന്മാരും അങ്ങനെ നടക്കുള്ളൂ. കുറച്ച് ബുദ്ധി കൂടിപ്പോയാൽ പിന്നെ ആരുടെ കാര്യത്തിലൊന്നും തലയിടാതെ എന്തോ ഒരു ലോകത്തിലാണെന്നുള്ള നിലയിൽ നടക്കും. ഇത് കാണുമ്പോൾ മറ്റവന്മാർക്ക് ഗ്രഹിക്കില്ല. അപ്പോൾ ഇവനാര് എല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ അപമാനിക്കും. അങ്ങനെ അപമാനിക്കുന്നത് കൊണ്ടാണ് ലോകം നശിക്കുന്നത് എന്ന് പറയുകയാണ്. അത് ചുമ്മാ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യൻ ദൂഷിക്കും. പിന്നെ ലക്ഷ്യം എത്തിക്കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാനില്ല. പിന്നെ പ്രളയം വന്ന് നശിക്കും. പക്ഷെ അതിനെ ഇന്ന കാരണം കൊണ്ട് എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നതായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് എങ്ങനെയേ പോകുള്ളൂ. ആ കാലത്തിലെ മനുഷ്യരുടെ ഒരവസ്ഥയും കൂടി പറഞ്ഞു വെക്കുന്നതായിട്ട് കണ്ടാൽ മതി. എൻ്റെ 25 ഒടുവിൽ ഭഗവാന്റെ മായാവൈഭവത്തിൽ വിമോചിതരായ ഋഷികൾ, ഭോജന്മാർ എന്നിവരെല്ലാം മുതലായ ദ്വാരകാവാസികൾ തേരിൽ കയറി പ്രവാസ തീരത്തിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ചില ആൾക്കാർ ഇതെല്ലാം കൃഷ്ണൻ്റെ മായയാണെന്ന് മനസ്സിലാക്കിയ ചിലവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പ്രവാസ തീരത്തിലേക്ക് പോയി. പിന്നീട് 26 പറയുകയാണ്, ആ തീരത്തിൽ സ്നാനം കഴിച്ച് പിന്നെ അവിടെ പോയിട്ട് നല്ല ചില ആൾക്കാർ അവർക്കെല്ലാം മനസ്സിലായി ഈ പോക്കൊന്നും ശരിയല്ല എന്ന്. അപ്പം കൃഷ്ണൻ്റെ പാതയിൽ അതായത് തേരിൽ കയറിയിട്ട് പ്രഭാസ തീർത്ഥത്തിൽ പോയി അവിടെ പോയിട്ട് ജലം കൊണ്ട് പിതൃതർപ്പണം എല്ലാം നടത്തി അവർ ചെയ്യേണ്ട വസ്തുക്കളെയെല്ലാം ബ്രാഹ്മണർക്കും മറ്റുമായി നല്ല ആൾക്കാർക്ക്, ബ്രാഹ്മണർക്കെന്ന് പറഞ്ഞാൽ നല്ല അർഹതയായപ്പെട്ട ആൾക്കാർക്ക് അവരെന്ത് ചെയ്ത് പശുക്കൾ മൂലാവയെല്ലാം ദാനം ചെയ്തു. അവർക്ക് വിരക്തി വന്നു ജീവിതത്തിൽ. അപ്പം എല്ലാവർക്കും ചിലവരവിടെ അധർമ്മികളായിട്ട് പരിഹസിച്ചിട്ട് ശാപയേറ്റിട്ട് സ്വയം കത്തി അടിച്ച് മരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ചിലവരെന്ത് ചെയ്തു? നല്ലവരായ ആൾക്കാർ ഇതെല്ലാം മടുത്തിട്ട് പ്രഭാസീതരത്തിലേക്ക് എന്ത് ചെയ്തു? പ്രഭാസ തീരത്തിലേക്ക് പോയിട്ട് അവിടെ കുളിക്കുകയെല്ലാം ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്തു? അവരുടെ എല്ലാം ദാനം ചെയ്തു. ആദ്യം പശുക്കളെയെല്ലാം ദാനം ചെയ്തു. എന്നിട്ട് 27, 28 മുതൽ പറയുന്നത് സ്വർണം, വെള്ളി, കിടക്കുന്ന സാധനങ്ങൾ, കട്ടിലും കിടക്കി എല്ലായിടത്തും കൊടുത്തു എന്നാണ്. വസ്ത്രങ്ങൾ, മാൻതോല്, കമ്പിളി, വാഹനം, തേരുകൾ, ആനകൾ, കന്യകമാർ, നമ്മുടെ കന്യകമാരെ എല്ലാം എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഭൂമി, സ്വാദിഷ്ട ഭക്ഷണം എന്നിവയെല്ലാം ദാനം ചെയ്തിട്ട് എന്നിട്ട് ഭൂമിയെ ശിരസ്സുകൊണ്ട് നമിച്ചു. ഇതെല്ലാം എല്ലാവർക്കും എടുത്ത് പൊക്കി കൊടുത്തിട്ട് ശിരസ്സുകൊണ്ട് ഭൂമിയെ നമിച്ചു.